ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും നിങ്ങൾക്കായിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വർക്കൗട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നിങ്ങൾക്കുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ടെ ഇതേ കണക്ക് നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ കാണും ഒരു ചെറിയ ഫില്ലോ. ഇതേ കണക്ക് ഉരുണ്ടിരിക്കുന്ന ഒരു ചെറിയ ഫില്ലോ എല്ലാവരെയും വീട്ടിൽ കാണും. അപ്പം ഇത് വെച്ച് നിങ്ങൾക്ക് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന 4 എക്സസൈസുകൾ, അതും നിങ്ങളുടെ കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ ഒരുപാട് വ്യായാമങ്ങൾ കാലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര് നമുക്ക് കമന്റ്സുകൾ അയക്കുന്നുണ്ട്, ഉപകാരപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ്സുകൾ അയക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. നിങ്ങൾ വ്യായാമങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന ഈ കൊച്ചു കൊച്ചു വ്യായാമങ്ങൾ കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള 4 വ്യായാമങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ എക്സസൈസുകളാണ്. നിങ്ങളുടെ ബെഡ് കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ എക്സസൈസുകളാണ്. നിങ്ങളുടെ കാലുകളുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 4 എക്സസൈസുകളാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഈ ഫില്ലോ എടുത്തിട്ട് ഇതേ കണക്ക് കയറ്റി വെക്കുക. ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കണം വെക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലെ കിടക്കാവുന്നതാണ്. നിങ്ങൾ നോർമലി കിടക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കിടക്കാം. അതിനുശേഷം നിങ്ങളുടെ കൈകളൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പതുക്കെ 2 കാലുകളും ഇതേപോലെ മുകളിലോട്ട് ഉയർത്താം. ഓക്കെ, ഇതേ കണക്കായിരിക്കണം നിങ്ങളുടെ കാലുകളുടെ പൊസിഷൻ. മുകളിലോട്ട് ഉയർത്തി ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. 1 2 3. അതിനുശേഷം താപ്പോട്ട് കൊണ്ടുപോവുക. അപ്പ് 1 2 3. സാവധാനം താഴോട്ട് കൊണ്ടുപോവുക. 1 2 3. നല്ല എക്സസൈസ് ആണിത്. 1 2 3. ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത്, ഈ തുടഭാഗത്തെ മസിൽസ് നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവും. ഓക്കെ, നല്ല ഒരു വ്യായാമമാണ്. അപ്പൊ നിങ്ങളിതൊരു 15 റെപ്പിറ്റേഷൻ എങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതേപോലെ. അപ്പം 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഇത് ഹോൾഡിങ്ങിനകത്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു കാര്യം ഇരിക്കുന്നത്. ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ്സ് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ കമന്റ്സുകൾ രേഖപ്പെടുത്തുക. അതിനൊക്കെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്താലും മറന്നു പോകരുത്. അപ്പം ഇതേ കണക്ക് നിങ്ങൾ 15 റെപ്പിറ്റേഷനാണ് ചെയ്യേണ്ടത്. അപ്പം അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇതേ കണക്ക് ഇതാണ്. നിങ്ങളുടെ ആ ഒരു പാദത്തിന്റെ ഭാഗത്തായിട്ട് പില്ലോ ഇങ്ങനെ കൊണ്ടുവെക്കാം. ഓക്കെ, ഇതേ കണക്ക് ഇങ്ങനെ കൊണ്ടുവെക്കാം. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ സാവധാനം ഇതേ കണക്ക് 1 തിരിച്ചു കൊണ്ടുപോവുക. 2 3. അടിപൊളി എക്സസൈസ് ആണ്. 4. കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ കാലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. ഈ ഒരു എക്സസൈസ് ചെയ്യുന്നവരിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഹാംസ്ട്രിങ് മസിൽ, ഈ ഒരു ഭാഗത്തെ മസിൽസ് നല്ല രീതിയിൽ സ്ട്രോങ് ആവും. ഓക്കെ, അപ്പം 15 റെപ്പിറ്റേഷൻ എങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ 1 സാവധാനം തിരിച്ചു കൊണ്ടുപോവുക. 2 തിരിച്ചു കൊണ്ടുപോവുക. 3. ഓക്കെ, ഇതേ കണക്കാണ് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യേണ്ടത്. വ്യായാമം ഞാൻ കാണിച്ചു തരാം. അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ കാലും ഇതേ കണക്ക് ആ ഫില്ലോടെ മുകളിലായിട്ട് ഇതേ കണക്ക് പൊക്കി വെക്കുക. ഓക്കെ, ഇതേ കണക്ക്. അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. 1 2 3 4 5 6 7 8. ഓക്കെ, ഇതേ കണക്ക് 15 തൊട്ട് 20 റെപ്പിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഭാഗത്തെ കാഫ് മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ചെയ്യും. മിക്കവാറും ആൾക്കാർക്കൊക്കെ ഉള്ള വലിയ പ്രശ്നമാണ് ഈ കാഫ് മസിൽ ടൈറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന വഴി നമുക്ക് ഇതിന്റെ ടൈറ്റ്നെസ് ഒക്കെ മാറ്റിയെടുത്ത് നല്ല ഫ്രീ ആക്കി മാറ്റാനായിട്ട് പറ്റും. ആ ഒരു ടൈറ്റ് ഒക്കെ മാറി കിട്ടും കാഫ് മസിൽസിന്റെ. ഓക്കെ, നല്ല എക്സസൈസ് ആണ്. അപ്പം ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ കണക്കുള്ള റെപ്പിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല എക്സസൈസ് ആണ്.
ഓക്കെ, വളരെ സിമ്പിളാണ്. ഇങ്ങനെ കിടന്നിട്ട് ഇതേ കണക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. പക്ഷെ സിമ്പിൾ ആണെങ്കിലും വളരെ എഫക്റ്റീവാണ്. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഓക്കെ, വളരെ എഫക്റ്റീവാണ് ഈ വ്യായാമങ്ങൾ എല്ലാം തന്നെ. അപ്പം ഇതാണ് നിങ്ങളുടെ മൂന്നാമത്തെ എക്സസൈസ്. നാലാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കണക്ക് നിങ്ങൾ കിടക്കുക. ഞാൻ ഈ കിടക്കുന്ന കണക്ക് അല്ലേ, ഇതേ കണക്ക് നിങ്ങൾക്ക് കിടക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഇടയിലേക്ക് ഇതേ കണക്ക് കയറ്റി വെക്കാൻ നിങ്ങൾക്ക്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് കയറ്റി വെക്കാവുന്നതാണ്. ഫില്ലോയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചേക്കുക, ഇതേ കണക്കൊന്ന് പിടിച്ചേക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നിങ്ങളുടെ കാല് ഒന്ന് വൈഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് വൈഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാക്സിമം ഈ ഫില്ലോയിൽ കൊണ്ടുവന്നിട്ട് പ്രസ് ചെയ്യുക. മാക്സിമം ഇതേ കണക്ക് പ്രസ് ചെയ്യുക. ഓക്കെ, ഒരു 5 സെക്കൻഡ് നിങ്ങൾ കണക്ക് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. നൈസ്. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഇതേ കണക്ക് കൊണ്ടുപോവുക. വീണ്ടും പ്രസ് ചെയ്യുക. 1 2 3 4 5. വീണ്ടും 1 2 3 4 5. 1 2 3 4 5. ഈ ഒരു വ്യായാമം ചെയ്യുന്നതിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഈ ഇന്നർ തൈ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ടുള്ള ആ ഒരു മസിൽസ് എല്ലാം നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവും. ഓക്കെ, അങ്ങോട്ടുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ എക്സസൈസ് ആണിത്. നിങ്ങളെ ഈ ഒരു ഭാഗത്തെ മസിൽസ്, ഈ പെൽവിക് ഭാഗത്തെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇതേ കണക്ക് പിടിക്കുക, കാല് ഇതേ കണക്കൊന്ന് വൈഡ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചോളൂ. 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചോളൂ. 1 2 3 4 5. വീണ്ടും 1 2 3 4 5. അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ഒരു 15 റെപ്പിറ്റേഷൻ വരെ ചെയ്യാവുന്നതാണ്. സൂപ്പർ എക്സസൈസ് ആണ്. അപ്പം ഞാൻ ഈ കാണിച്ചിരുന്ന വ്യായാമങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് യാതൊരു ചെലവുകളും ഇല്ലാതെ, നിങ്ങൾക്ക് യാതൊരു പൈസ മുടക്കുകളും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. നിങ്ങൾക്ക് ഇതിനുവേണ്ടി വില കൂടിയ എക്യുപ്മെന്റ്സുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വീട്ടിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആരുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന വ്യായാമങ്ങൾ കൊണ്ട് വളരെയേറെ ഉപകാരം ഉണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഇതുകൊണ്ട് പ്രയോജനം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഉള്ള ഒരു സന്തോഷം. ഓക്കെ, അപ്പം വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ആദ്യം പറഞ്ഞ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.